പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്നിട്ട് യൂബർ വിളിച്ചിട്ട് പോണ വഴിക്ക് ആ യൂബർ ഡ്രൈവറിനെ ഇന്ന് കുറച്ച് അസഭ്യമായിട്ടുള്ള വാക്കുകൾ ആ പെൺകുട്ടി നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ ഒരു കാര്യങ്ങൾ പങ്കുവച്ചിട്ട് ഈ ഒരു പെൺകുട്ടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിഷയം ഈ ഒരു കാര്യം നടന്നതിലല്ല. എൻ്റെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇട്ടതിന് ശേഷം വന്നിരിക്കുന്ന കമൻസ് ആണ്. കാരണം ഈ വീഡിയോ വന്നിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ പ്രൊഫൈലല്ലേ, ആ ഒരു പ്രൊഫൈലിന് എടുത്തിട്ട് ഇപ്പോൾ ഒരു മലയാളം ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് ഈ വീഡിയോ രണ്ടാമത് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോയുടെ ഫസ്റ്റത്തെ കുറച്ച് ഭാഗത്തിലേക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഓൺ വോയിസ് വരാൻ കാരണം ഇന്നലെ നടന്ന ഒരു മോശമായ അനുഭവത്തെ പറ്റി പറയാനാണ്. ഇന്നലെ ഒരു ഫാദർലെസ് മോന്റെ ഫാദർലെസ് ബിഹേവിയറിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എറണാകുളത്ത് എടപ്പള്ളിയിലാണ് പഠിക്കുന്നത്, ലാക്മ അക്കാഡമിയിലാണ് പഠിക്കുന്നത്. അപ്പം എനിക്ക് എന്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ അക്കാഡമിയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അമൃത ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ചാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഊബർ ബുക്ക് ചെയ്ത ആ ഓട്ടോക്കാരൻ വെറും എന്താ പറയാ, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് മനസ്സമാധാനമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. എല്ലാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മിക്കവരും ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും. ഞാൻ ഓട്ടോയിൽ കയറി അയാൾ എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഈ ഉടുപ്പാണ് ഞാൻ ഇട്ടിരുന്നത്, ഈ സ്ലീവ്ലെസ് ആണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പൊ നിങ്ങള് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ഫേസ് ബ്ലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഫേസ് ബ്ലർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലുള്ള സൈബർ ആക്രമണങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് കമന്റ്സ് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പൊ ഈ സെയിം ഡ്രസ് ഇട്ടിട്ട് തന്നെയാണ് ആ പുള്ളിക്കാരത്തി ആ ഒരു ക്ലാസ്സിന് ശേഷം യൂബർ ഓട്ടോയിൽ കയറുന്നത്. പിന്നീട് എന്താ ഉണ്ടായെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇന്നലെ ഓട്ടോയിൽ കയറി അയാളിന്റെ അടുത്ത് ചോദിച്ചു വർക്ക് ചെയ്യണോ. ഞാൻ പറഞ്ഞല്ല, ഞാൻ പഠിക്കാൻ പറഞ്ഞു. അപ്പം എന്താ പഠിക്കുന്നത്? ഞാൻ കോസ്മെറ്റോളജി ഇവിടെ ലാക്മ അക്കാഡമിയിലാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ഓരോന്ന് സംസാരിച്ചു. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു ഇതിനു മുമ്പ് എന്തോ പഠിച്ചെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ +2 കഴിഞ്ഞതേ ഉള്ളൂ. ഞെട്ടുന്നു, ഭയങ്കര ഒരു ഞെട്ടിയ ഭാവം. അന്ന് എത്ര വയസ്സുണ്ട്? 17 വയസ്സ്. ഭയങ്കരമായിട്ട് ഞെട്ടി. അപ്പൊ ഇവിടം വരെയുള്ള കോൺവെർസേഷൻ ഓക്കെ, കാരണം നമ്മള് പല എന്താ പറയാ, ഇത് യൂബറോ അല്ലെങ്കിൽ കാറൊന്നിലേക്ക് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഡ്രൈവേഴ്സായിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പൊ അത് സംസാരിക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ ഒരു ടോക്ക് കുറച്ചുകൂടി റോങ് ആവാൻ തുടങ്ങിയത്. എന്റെ അടുത്ത് പറയാ, ഇയാളെ കണ്ട 2 പിള്ളേരുടെ അമ്മയാണെന്ന് തോന്നിക്കുമെന്ന് പറഞ്ഞു. അല്ലെ, അത് ഒരു എന്താ പറയാ, ഓൾറെഡി അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത് തന്നെ ഒരു ബോഡി ഷെയ്മിങ് ആണ്, മനസ്സിലായില്ലേ? പക്ഷെ +2 ആണ് പറയുമ്പോഴത്തേക്കും ഓൾറെഡി ഊഹിക്കാം. അതായത് ഇതേപോലെ 18 വയസ്സിന് താഴെ എന്നുള്ളത് ഊഹിക്കാം. അപ്പൊ ഇതേപോലുള്ള എന്താ പറയാ ഡബിൾ മീനിങ് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നും പറയേണ്ട കാര്യമില്ല അയാൾക്ക്. അപ്പൊ അത്രയും പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരത്തേക്ക് ജസ്റ്റ് നോർമൽ എന്നുള്ള സംഭവം തോന്നുന്നത്. കാരണം ചിലപ്പോ ഇതേപോലുള്ള ആൾക്കാർ എന്താ പറയാ ഇതിലെ ബോഡി ഷേമിങ് ചെയ്യുന്നത് ആ പുള്ളിക്കാരത്തെ നേരത്തെ നേരിട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നോർമൽ ടോക്ക് ആയിട്ട് ഇതേവരെ തോന്നി പറഞ്ഞു. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു തന്റെ പീരീഡ്സ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ടാണോ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തേ കറക്റ്റ് ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യം അയാൾക്ക് ഈ കുട്ടിയോട് ചോദിക്കേണ്ട കാര്യം എന്തുണ്ടായിരുന്നു? കാരണം ഓൾറെഡി അങ്ങനെ സ്ത്രീകളോട് ചോദിക്കാണ്ട് പാടില്ല. നമ്മൾക്കിപ്പോൾ നമ്മളുടെ സ്വന്തം വൈഫോ അല്ലെങ്കിൽ മകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റമക്ക് പെയിൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമൊക്കെ നമുക്ക് ചോദിക്കാം. ഇത് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ചോദിക്കേണ്ട കാര്യം എന്തായിരുന്നു അയാൾക്ക്? അപ്പോഴത്തേക്കും ഈ കുട്ടിയും കുറച്ച് മനസ്സിലാക്കണം. ചിലപ്പോൾ അത് അത്ര ഇതായിട്ട് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒരു നോർമൽ ടോക്കായിട്ട് ഒരു പെൺകുട്ടിയുടെ പ്രശ്നം ചോദിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കാം പുള്ളിക്കാരത്തി അതിന് ആൻസർ കൊടുത്തത്. എന്നിട്ട് ബാക്കി എന്താ ഉണ്ടായി നോക്കാം. കാര്യം പറയാ, ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു മൂഡ് വരത്തുള്ളൂ, നമുക്ക് സെക്ഷലി അതിന് ഒരു മൂഡ് വരത്തുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു മൂഡ് വരത്തുള്ളൂ. കറക്റ്റ് അല്ലേ? ഇതേപോലത്തെ തെണ്ടിത്തരമാണ് അയാൾ ചോദിച്ചത്. ഈ സെക്ഷലി ഉള്ള മൂഡ് വരും എന്ന് വെച്ചാൽ അത് ഈ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുണ്ട്. ഇതൊക്കെ പോക്സോ കേസ് ആക്കേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് കേസായോ എന്തായെന്നുള്ള അപ്ഡേറ്റ്സോ ന്യൂസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ഈ ഒരു വീഡിയോ മാത്രം ഈ ഒരു ചാനൽ വന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് പോലീസുകാരല്ല അത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ കുട്ടിയായിട്ട് തന്നെ ആ ഫാമിലി ആയിട്ട് തന്നെ പോയിട്ട് കേസ് കൊടുക്കണം. എന്നാലും യൂബർ ആകുമ്പോഴത്തേക്കും ഡ്രൈവറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ കേസ് പോയിട്ട് അയാൾ കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതിൽ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും തന്നെ ആ കുട്ടീൻ്റെ കൈ ഒന്ന് പൊക്കാവോ, അവർക്ക് ബോഡിയൊക്കെ നല്ലപോലെ ഒന്ന് കാണാനാണ്, മണ്ണോടൊക്കെ നോക്കാനായിട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനടുത്ത് പറയാ ആ കൈ ഒന്ന് പൊക്കിക്കുന്നു.
ഞാനിത് എന്തോ കാര്യത്തിന് എന്തിനാ അപ്പൊ പറയാം ഒന്ന് കാണാനാ, ആ ശരീരം ആ വണ്ണമൊക്കെ ഒന്ന് കാണാനാണ്. ഞാൻ പറഞ്ഞ അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. എനിക്ക് എന്തോ ചെയ്യണം, എന്തോ പ്രതികരണം, എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ അത് വരുന്നില്ല, എനിക്ക് വോയിസ് വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ ലൈംഗിക ചൊവ്വയുള്ള സംസാരം ഈ ഒരു യാത്രയിൽ ഈ പെൺകുട്ടി നേരിടുന്നുണ്ട്. അപ്പൊ ആ പെൺകുട്ടിക്ക് അവിടെ എന്താ നല്ലൊരു ശക്തമായിട്ട് പ്രതികരിക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം എല്ലാവർക്കും അതേപോലെ പ്രതികരിക്കാനായിട്ടുള്ളൊരു ഒരു എന്താ പറയുക ധൈര്യം ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഈ പെൺകുട്ടി ഫസ്റ്റ് ടൈം ആയിരിക്കാം ഇങ്ങനത്തെ ഒരു സംഭവം നേരിടുന്നത്. അപ്പൊ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ പേടിച്ചു പോയിട്ടുണ്ടാവും. കാരണം ആ ഒരു പെൺകുട്ടി ഒറ്റക്കായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം പെൺകുട്ടികൾ നേരിടുമ്പോഴത്തേക്കും എല്ലാവരും പ്രതികരിക്കണം എന്നുള്ള സംഭവം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും പറ്റൂല. ചിലപ്പോൾ കുറെ പേർക്ക് ഇതൊക്കെ ആദ്യത്തെ ഒരു അനുഭവം തൊട്ട് തന്നെ ചിലപ്പോൾ ഇതൊരു നെട്ടിലൂടെയൊക്കെ ആയിരിക്കും അവര് ഇങ്ങനെ പകച്ചു നിന്ന് പോയിട്ടുണ്ടാവുക. പിന്നീട് അത് വീട്ടിൽ വന്ന് ഈ കുട്ടി അമ്മയോട് പറയുകയും അമ്മ ഈ കുട്ടീനെ വഴക്ക് പറഞ്ഞെന്നാണ് പറഞ്ഞത്. നല്ല ശക്തമായിട്ട് പ്രതികരിക്കേണ്ടിയായിരുന്നു. ശരിയാണ്, ശക്തമായിട്ട് പ്രതികരിക്കേണ്ടിയിരുന്നു. പക്ഷെ എല്ലാ പെൺകുട്ടികൾക്കും അത് പറ്റണമെന്നില്ല. കാരണം അങ്ങനത്തെ സമൂഹത്തിലാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ പെൺകുട്ടികളെ കുറച്ചും കൂടി ശക്തരാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം, അല്ലെങ്കിൽ അവർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നേരിടുമ്പോഴത്തേക്കും എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ് ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോക്ക് താഴെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കമൻസ് ഓരോന്നെടുത്ത് നോക്കാം. അപ്പം അതിൽ ഗായത്രി ഗായു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിൽ വന്ന കമൻറ്റാണ്. അപ്പോൾ എനിക്കത് കാണുമ്പോഴത്തേക്കും ഏകദേശം ഈ കുട്ടിയുടെ ഒരു അമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുകയാണ്, ഇവൾക്ക് നല്ല ഡ്രസ്സ് ഇട്ട് നടന്നൂടെ, ഇങ്ങനെ ഒക്കെ നടന്നാൽ അതിലും അപ്പുറം പറയും. സിമ്മി ഇടേണ്ട പ്രായം അല്ലോ അമ്മച്ചി പോലെ ഉള്ളവർ നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുക. സ്ത്രീകൾ തന്നെ എന്താ സ്ത്രീകൾക്കെതിരായിട്ട് പറയുന്നത്, മനസ്സിലായില്ലേ? ഇവിടെ ആ പറഞ്ഞ പുരുഷനെതിരെ ആരും പറയുന്നില്ല. അയാൾ അങ്ങനെ പറയാണ്ടി പാടില്ല. അത് അയാളുടെ മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിലൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഇതിപ്പോഴും ആ ഒരു പെൺകുട്ടി ആ ഒരു ഡ്രസ്സ് ധരിച്ച് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ മാത്രമേ കുട്ടിയായിട്ട് ചിത്രീകരിക്കുന്നത്. അതും പറയുന്നത് ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം. സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരായിട്ട് പറയുന്നൊരു കാലഘട്ടമാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ വിചാരിച്ചത് ഇതൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പണ്ട് കുറച്ച് ഒരു 10-20 വർഷം മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇത്രയും ടെക്നോളജിയും ഇത്രയും അറിവും ഇത്രയും സോഷ്യൽ മീഡിയയുടെ യൂസേജ് വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ആൾക്കാരുടെ മൈൻഡൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഈ ഒരു കമന്റിന് താഴത്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് ആൾക്കാർ കമന്റ്സ് ഇട്ടിട്ടുണ്ട്. അതും കൂടി നമുക്ക് വായിക്കാം. ഈ ഗായത്രി ഗായു എന്നുള്ള ആ ഒരു സ്ത്രീക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് 1-2 കമന്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ വായിക്കാം. അപ്പം അതിൽ രമാ നായർ പറയുകയാണ്, തന്നെ പോലുള്ളവരാണ് നാടിൻ്റെ ശാപം. ഈ ഡ്രസ്സിൽ എന്താ കാണാൻ? ഇവിടെ ട്രെയിനിൽ കയറി നിക്കറുമിട്ട് ഓരോന്ന് പോകുന്നുണ്ടത് കാണാം. ഒരുത്തനും ചൊറിയില്ല. കേരളക്കാരാണ് മാത്രമേ സൂക്കേടുള്ളൂ. അപ്പം അതായത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണെങ്കിൽ ഇതേപോലത്തെ സ്ത്രീകൾ തന്നെയാണ് ഈ നാടിൻ്റെ ശാപം. കാരണം ഒരാളുടെ ഡ്രസ്സ് വെച്ചിട്ട് അതിൽ എന്താ പറയുക, അത് ആ ഡ്രസ്സ് ഇട്ട ആളുടെ മിസ്റ്റേക്കാണ്. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണം എന്നുള്ള രീതിയിൽ ആണ് പറയുന്നത്. അതിൽ ആ വിക്ടിം ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയോട് പോലും ഒരു കരുണയോ അല്ലെങ്കിൽ ഒരു എമ്പതിയോ അല്ലെങ്കിൽ ആ പെൺകുട്ടി നേരിട്ട ഒരു മാനസികാവസ്ഥനെ പോലും ഇതേപോലുള്ള ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? മറിച്ചിട്ട് ഈ പെൺകുട്ടികൾ തന്നെയാണ് ഈ സ്ത്രീകൾ കുറ്റപ്പെടുന്നത്. അതും സ്ത്രീകളാണെന്നുള്ളതാണ് ശരിക്കും ഞെട്ടിക്കുന്ന സംഭവം. അടുത്തത് ഷെൽറ്റ ജോസഫ് എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി കമന്റ് ഇട്ടിരിക്കുന്നത്, ഗായത്രി ഗായു കൊലസ്ത്രീ സ്പോട്ട്. ശരിയാണ്, ഇതേപോലെയുള്ള കൊലസ്ത്രീകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ അതിക്രമം നേരിടുന്ന പെൺകുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള നീതി നേടിക്കൊടുക്കാൻ പറ്റില്ല. കാരണം സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് എതിരെ വന്ന് നിൽക്കുന്നത് കൂടുതലും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലികാദേവി സരോജിനി അമ്മ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അതിൽ പറയുന്നത്, ചോദ്യങ്ങളുടെ പോക്ക് ശരിയല്ലാതെ വരുമ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു. മറുപടി പറയുന്നതിന് പകരം വണ്ടി നിർത്തട എന്ന് പറയണം. തനിക്ക് എന്തൊക്കെ അറിയണം, ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് ചോദിക്കണം. കുട്ടി ചെറുപ്രായം ആയത് കൊണ്ട് പറയുകയാണ്, ഇനിയെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉത്തരം നൽകാതെ താൻ വണ്ടി നിർത്താൻ പറയുക, അല്ലെങ്കിൽ നല്ല ശാസനം കൊടുക്കുക. എല്ലാ അനാവശ്യത്തിനും ഉത്തരം കൊടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പീരീഡ്സ് വരെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കണ്ടേ? ഊബർ ആകുമ്പോൾ അയാളുടെ പേരും വണ്ടി നമ്പറും ഫോൺ നമ്പറും ഒക്കെ വരും. പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, ഉടൻ പ്രതികരിക്കണം. ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തിയാൽ പറയണം, ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ. അതിൽ നമുക്ക് ഈ പെൺകുട്ടി പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ പെൺകുട്ടിക്ക് ആ സമയത്ത് ചിലപ്പോൾ ഒരു നെറ്റലിലൂടെ ആയിരിക്കും പോകുന്നത്. നിങ്ങളുടെ സെയിം മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം ഗട്ട്സ് ഉള്ള സ്ത്രീകൾ തന്നെ ആയിരിക്കില്ലല്ലോ എല്ലായിടത്തും. ചിലപ്പോൾ അത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഇതേപോലത്തെ ഉള്ളൊരു സിറ്റുവേഷൻ നേരിടുന്നത്. അപ്പോൾ ആ പെൺകുട്ടി ഇതേപോലെ കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുണ്ടാവും.
അപ്പോൾ നമുക്ക് അതിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിനെ കുറ്റം പറയാൻ പറ്റില്ല. അതേപോലെ ഇതുപോലെ പീരീഡ്സിൻ്റെ കാര്യങ്ങൾ ആ പെൺകുട്ടിക്ക് അയാൾക്ക് ഉത്തരം കൊടുത്തു എന്നുള്ള രീതിയിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ ഒരു പെൺകുട്ടി ചിലപ്പോൾ അത് നോർമലായിട്ട് എന്താണ് തൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പോലെ ഉള്ള സംഭവമാണല്ലോ. അപ്പോൾ അതിന് ജസ്റ്റ് ആൻസർ കൊടുത്തായിരിക്കും ഈ പറയുന്ന ഈ ഓട്ടോ ഡ്രൈവറിനും എന്താണ് അമ്മയും മകളും അല്ലെങ്കിൽ പെങ്ങളും ഭാര്യയൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതിലൊന്ന് സംസാരിക്കുന്നത് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പെൺകുട്ടി അതിന് ഉത്തരം കൊടുത്തത്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന പോലത്തെ ഒരു തിരിച്ചറിവ് ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടാകത്തോണ്ടിട്ടായിരിക്കാം. അപ്പോൾ അതിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തതാണ് ഷാജി ടി വിശ്വാമരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇയാളും ഏകദേശം ബോഡി ഷേമിങ് രീതിയിൽ പറയുന്ന രീതിയിൽ തന്നെ പറയുന്നത്. നമുക്ക് ആ കമൻറ്റ് നോക്കാം. 2 പെറ്റതായി തോന്നും എന്ന് പറഞ്ഞത് ശരിയാണ്, അത് മാത്രമല്ല 2 പിരിയും ലൂസാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇപ്പോഴും ആ ഒരു പെൺകുട്ടി നേരിട്ട ആ ഒരു എന്താ പറയുക സെക്ഷൽ വെർബൽ അബ്യൂസ്, ആ ഒരു സംഭവത്തിന് ആ പെൺകുട്ടി നേരിട്ട ഇമോഷൻസിനൊക്കെ ഒന്നും ഈ പറയുന്ന ആൾക്കാർ വകവെക്കുന്നില്ല. ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ മിസ്റ്റേക്ക് എന്നാണ്. ആ പെൺകുട്ടിയുടെ ശരീരം കണ്ടിട്ടുണ്ടെങ്കിൽ 2 പെറ്റതായിട്ട് തോന്നുന്നു. അപ്പോൾ ഇവനെയൊക്കെ പിടിച്ചിട്ടല്ല ജയിലിൽ ഇടുന്നത്. ഈ പെൺകുട്ടിയാണ് ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് മാനസിക ചിന്തകളുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളതാണ് ഞാൻ നോക്കുന്നത്. സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഈ കാര്യത്തിലൊക്കെ ഇവന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം ഇതുവരെ മാറിയിട്ടില്ല. അടുത്തത് പിന്നെയും ഗായത്രി ഗായു പുള്ളിക്കാരത്തി ഒരു കമൻറ്റ് നമ്മൾ ഫസ്റ്റ് വായിച്ചതാണ്. എന്നിട്ട് പിന്നെയും കമൻറ്റ് ഇട്ടിരിക്കുന്നതാണ്. അതെനിക്ക് ഈ പ്രൊഫൈലിൽ കാണുന്ന ലേഡി തന്നെയാണ് എനിക്ക് ഡൗട്ട് ഉണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം. അപ്പം അതിൽ പറയുകയാണ്, നന്നായി നടന്നാൽ നല്ലത് കേൾക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ അല്ലേ അതിലും വലുത് കേൾക്കും. മനസ്സിലായി. നന്നായി നടക്കുന്ന പക്ഷേ എന്താണ് നന്നായി നടക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതേപോലെ ഒരു സ്ലീവ്സ്ലെസ് ഡ്രസ്സ് ഇട്ടതാണ് മോശമായി പോയത്. അതെല്ലാവരും ഇടുന്നതല്ലേ. നിങ്ങൾ എന്താ പറയുക, ബാക്കി ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ കൊച്ചിയിൽ തന്നെ പല സ്ഥലങ്ങളിലും സിനിമക്കോ അല്ലെങ്കിൽ മാളിലൊക്കെ പോയിട്ട് എല്ലാവരും ഇടുന്നൊരു കോമൺ ആയിട്ടുള്ള ഡ്രസ്സാണ് സ്ലീവ്ലെസ് എന്ന് പറയുന്നത്. അതിൽ ആണുങ്ങളും സ്ലീവ്ലെസ് ഇടാറുണ്ട്, പെണ്ണുങ്ങളും സ്ലീവ്ലെസ് ഇടാറുണ്ട് അല്ലേ. എന്നിട്ട് അത് കാണുമ്പോഴത്തേക്കും ഇവന്മാർക്ക് ഈ ചൊറിച്ചിലുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, നിങ്ങളെപ്പോലത്തെ സ്ത്രീകളെ പറഞ്ഞാൽ മതി. മനസ്സിലായി. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന പെണ്ണൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ആൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആൺകുട്ടിനെ പറഞ്ഞ് വളർത്തണം. മറ്റുള്ള സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണം. അവരോട് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നവർക്കാൾ ഉത്തരവാദിത്തമുള്ള ആളാണ്. മനസ്സിലായില്ലേ. അപ്പോൾ ഇവർക്കൊക്കെ ഒരു മോളുണ്ടെങ്കിൽ, ഈ ഗായത്രി എന്ന് പറഞ്ഞാൽ പറയുന്ന ഈ പെൺകൊച്ചിന് മോളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു ഇവരുടെ മകൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡ്രസ്സ് ഇടാനായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ടോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. മിക്കവാറും ആ ഒരു പെൺകുട്ടി വീട്ടിൽ ഭയങ്കര സഫോക്കേറ്റഡ് ആയിട്ടുള്ള വിയർപ്പുമുട്ടലായിരിക്കും അനുഭവിക്കുക. അപ്പം ഇങ്ങനത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുക. സെക്ഷൽ എഡ്യൂക്കേഷനെ പറ്റിയും അതേപോലെ ഈ ഒരു പൊതുബോധത്തിനുള്ള കാര്യങ്ങളെ പറ്റിയും മറ്റുള്ള ആൾക്കാർ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള സംഭവം, ഇക്വാളിറ്റിയും സ്ത്രീകളും പുരുഷനും ഒരേ തുല്യതയാണെന്നുള്ളതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുക. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് വിദ്യത്തിനെ വിളിച്ച് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രായം ഉണ്ടായി, ഈ പെൺകുട്ടിയുടെ അമ്മയായിട്ടുള്ള പ്രായം ഉണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പെൺകുട്ടിനെ കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കമൻറ്റാണ് വിജയാകൃഷ്ണൻ വന്നിട്ടുള്ളത്. അപ്പം അതിൽ പറഞ്ഞത്, ഒരിക്കലും ഒരാളും ഒറ്റ നേരം കണ്ട ആളോട് പീരിയഡ്സിനെ പറ്റിയൊന്നും ചോദിക്കില്ല, ആരും മറുപടിയും കൊടുക്കില്ല, എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞത് അതിപ്പോൾ ഈ ഒരു കമൻറ്റ് ഇട്ട ആളുടെ ഒരു വിലയിരുത്തലാണ്. നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും ചിന്തിക്കണമെന്നില്ല. ചിലപ്പോൾ അതൊക്കെ ചില ആൾക്കാർക്ക് നോർമലായിട്ടുള്ള കാര്യമായിരിക്കും. സാധാരണ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും വിവരമുള്ള ആൾക്കാർ ഇതിനെ കാണുന്നത്. അല്ലാണ്ട് ഇത് സെക്സ് ആയിട്ടൊന്നും കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതൊരു അശ്ലീലമായിട്ട് കണക്ട് ചെയ്യുകയോ ചെയ്യത്തില്ല. ഇത് സീന റസാഖ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിക്കാരത്തി, അതും ഫേക്കാണ് ഒറിജിനൽ അക്കൗണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിൽ പറയുന്നത്, മോളെ അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മോളെ അങ്ങേരെ ചോദിക്കുമ്പോഴൊക്കെ മോൾ സംസാരിക്കുന്നുണ്ടല്ലോ, അങ്ങേക്ക് മനസ്സിലായ മോളോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മറുപടി ഇതിലേക്ക് കിട്ടുമെന്ന്. അപ്പോൾ അവർ വീണ്ടും വീണ്ടും നമ്മളോട് സംസാരിക്കും. അതൊന്നും പോകേണ്ട, അവനവനക്ക് എവിടേക്കോ പോകേണ്ടേ അങ്ങോട്ട് പോകാം, അതാണ് നല്ലത്. പിന്നെ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 17 വയസ്സെന്ന് പറയുമ്പോൾ അയാളുടെ കണ്ണിൽ മോളിലെ ഏതാണ്ട് പ്രായം തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആയിരിക്കും സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു നല്ല കുട്ടിയായിരുന്നെങ്കിൽ അത്ര കൂടുതൽ സംസാരിക്കണം. മുമ്പ് വണ്ടി എന്ന് പറയുക, വണ്ടി സൈഡാക്കി ഒതുക്കുക, വേണ്ടപ്പെട്ട ആൾക്കാരോട് പറയുക, അതല്ലേ നല്ലത്. മോൾ തന്നെ മോള് നാറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ കയറി ഇരുന്ന് കഥ പറയേണ്ട വല്ല കാര്യമുണ്ടോ? പറയേണ്ട കാര്യമുണ്ടോ? ആവശ്യങ്ങളൊന്നുമില്ല. എൻ്റെ മോളെ പോലെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് പെൺകുട്ടികളില്ല. എല്ലാ മക്കൾക്കും വേണ്ടി നല്ലത് വരട്ടെ എന്ന് ദൈവത്തോട്
പ്രാർത്ഥിക്കാം. എൻ്റെ പേര് സീനാസൻ. നിങ്ങൾക്ക് പെൺകുട്ടികളില്ലാത്തത് നല്ല കാര്യമാണ്. കാരണം ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി ഇതേപോലുള്ള ഒരു അതിക്രമം നേരിട്ടിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ ആ പെൺകുട്ടിനെ വഴക്ക് പറയും. മനസ്സിലായില്ലേ? ആ ഒരു പുരുഷനെയാണ് അവിടെ തിരുത്തേണ്ടത്. നിങ്ങളിപ്പോഴും പുരുഷന്റെ അടിമയെന്ന് ചിന്തിക്കുന്നത് കൊണ്ടിട്ടാണ് നിങ്ങൾ ഇതേപോലുള്ള വർത്തമാനം പറയുന്നത്. ഇത് ആ ഒരു പെൺകുട്ടിയുടെ തെറ്റാണെന്നുള്ളത്. അവിടെ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവൾ ധരിച്ച് ഒരു ഓട്ടോയിൽ യാത്ര ചെയ്ത് അയാൾ ചോദിക്കുമ്പോഴത്തേക്കും അയാൾ ലൈംഗിക ചൊവ്വയോടുകൂടിയാണ് ചോദിക്കുന്നത് എന്നുള്ളത് ഈ കുട്ടിക്ക് അറിയാണ്ട് പാടില്ല. കാരണം ആ ഒരു പെൺകുട്ടി അതേപോലത്തെ സംഭവം ലൈഫിന് ഇതിന് മുന്നേ നേരിട്ടിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കാം. അപ്പോൾ പിന്നീടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു പെൺകുട്ടി എല്ലാവരെയും എന്താ പറയുക ഇനി സംസാരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സൂക്ഷിച്ചേ സംസാരിക്കത്തുള്ളൂ. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ജസ്റ്റ് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമുള്ള എന്നുള്ള രീതിയിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ രീതിയിലാണ് പറയുന്നത്. എന്താ പറയുക, ഈ സീനിയർ സൈക്കിൾ എന്ന് പറഞ്ഞ ആൾക്ക് മോളിലേക്ക് നന്നായിരുന്നുള്ളത് ഞാൻ പറയുന്നു. ഒന്നുകിൽ നിങ്ങൾ ആ പെൺകുട്ടിന് ഇതേപോലെ അടിച്ചമർത്തി വളർത്തും, അതിനൊരു വസ്ത്ര സ്വാതന്ത്ര്യം കൊടുക്കാതെ, അതേപോലെ തന്നെ അതിനെ പുറത്ത് വിടാതെ വീട്ടിൽ ഇങ്ങനെ അടച്ചു കൂട്ടിയിട്ട് വളർത്തും. കാരണം കൂടുതൽ സ്ത്രീകളുടെയും ഇതേപോലത്തെ സ്ത്രീകളുടെ മുൻധാരണ സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുണ്ടായതാണ്. സ്ത്രീകൾ അങ്ങനെ ചെയ്യാണ്ടി പാടില്ല, ഇങ്ങനെ ചെയ്യാണ്ടി പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മിക്ക സ്ത്രീകൾക്കുള്ളത്. ഇത് നിങ്ങളുടെ ഈ പറയുന്ന കമൻസ് മൊത്തം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. കൂടുതൽ കമൻസിലേക്ക് പോകണമെന്നില്ല. കാരണം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രാന്തായി പോകും. കൂടുതലും ഈ ഒരു പ്രാകൃതമായിട്ടുള്ള തോട്ട്സാണ്. അപ്പം ഇങ്ങനത്തെ തോട്ട്സൊക്കെ എങ്ങനെയാണ് ഇവർക്ക് പറയാണ്ടി പറ്റുന്നത്? ഒരു സ്ത്രീ ഇതേപോലത്തെ ഒരു വെർബൽ അബ്യൂസ് നേരിടുമ്പോഴത്തേക്കും ആ ഒരു അതിക്രമം നേരിട്ട പെൺകുട്ടിയുടെ ഭാഗത്തും ചിന്തിക്കാതെ അവളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് സമൂഹം വളർന്നത് എവിടെ നിന്നാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയാനുള്ള പ്രചോദനം ഉണ്ടായത് അവരവരുടെ മതങ്ങളിൽ നിന്നിട്ടുള്ളതാണ്. കാരണം മിക്ക പ്രൊഫൈൽസ് നോക്കി അറിയാം മിക്ക ആൾക്കാരും പല മതങ്ങളിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പല മതങ്ങളും ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകൾ ഉണ്ടായിരിക്കുന്നത് പുരുഷന് വേണ്ടിയിട്ടാണ്. സ്ത്രീകൾ രണ്ടാം തരക്കാർ അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷൻ്റെ കുട്ടിനെ പ്രസവിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായത്. അങ്ങനെയാണ് പല മതങ്ങളും ഇവരെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾ അവിടെ പോകാൻ പോകണം, സ്ത്രീകളുടെ പീരീഡ്സ് അശുദ്ധിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് സ്ത്രീകളുടെ മേലെ മാത്രം അടിച്ചമർത്തിക്കപ്പെടുന്ന കുറേ മതഘടനകളാണ് നമ്മളുടെ ഈ സമൂഹത്തിലുള്ളത്. അപ്പം ആ ഒരു കാര്യത്തിൽ നിന്നിട്ടായിരിക്കും നിങ്ങൾ ഇതേപോലത്തുള്ള ഈ വൃത്തിയുടെ കാര്യങ്ങൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഷെയർ ചെയ്യുന്നത്. അതും ആ ഒരു അതിക്രമം നടന്ന പെൺകുട്ടിയുടെ കൂടെ നിൽക്കാതെ നിങ്ങൾ ഇപ്പോഴും ആ ഒരു പെൺകുട്ടിനെ കുറ്റം പറയുന്ന രീതിയിലാണ്. ഇവരാരും ആ ഒരു ഓട്ടോ ഡ്രൈവറിനെ കുറ്റം പറയുന്ന കമൻസ് ഒന്നും ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല. ആദ്യം കുറച്ച് പേര്, ചുരുക്കം പേര് മാത്രമാണ് ആ ഒരു ഓട്ടോ ഡ്രൈവറിനെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ചുരുക്കം പേരേ ഉള്ളൂ. കൂടുതൽ ഒരു 85% ഇപ്പോൾ കമൻസും ഇതേപോലെ ഈ ഒരു പെൺകുട്ടിയുടെ കുറ്റമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽ ഇവരുടെ മക്കൾക്കാണ് ഇങ്ങനെ നാളൊരു ഗതി വരുന്നതെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെയും ഇവർ ഇതേപോലെ തന്നെ കുറ്റം പറയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തി ആരാണ്, ഇവരെ അധിക്ഷേപിച്ച ആ വ്യക്തി ആരാണ്, അവർക്കെതിരെ കേസിന് പോകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പം ഇതേപോലെയുള്ള ചിന്താഗതിക്ക് ഇവർക്ക് വരാൻ കാര്യം ഇതേപോലെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിന്നിട്ടാണ് മോറൽ വാല്യൂസ് എന്നിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സ്ത്രീകൾ കുറച്ച് അടങ്ങിയതിന് ജീവിക്കണം, സ്ത്രീകൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാണ്ടി പാടുള്ള സംഭവം. നിങ്ങൾ ഇതിൻ്റെ വേറെ സൈഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ഈ എന്താ പറയുക MLA, മന്ത്രി, അങ്ങനത്തെ പല ആൾക്കാർ, അല്ലെങ്കിൽ ജനസേവനത്തിന് വേണ്ടി വിളിക്കുന്ന പോലീസുകാർ, അതേപോലെ തന്നെ വില്ലേജ് ഓഫീസേഴ്സ്, അങ്ങനെ പല സർക്കാർ ഉദ്യോഗസ്ഥർ, അവരെല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ്. എന്നാൽ ആ സെയിം ടൈമിൽ തന്നെ അവരുടെ എന്താ പറയുക കൃത്യനിർവഹണം നടത്താത്ത രീതിയിലെങ്കിൽ സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും, എക്സാമ്പിൾ ഇപ്പോൾ ഇവിടുത്തെ റോഡുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതേപോലെ ഈ തീരദേശ മേഖലകളിൽ കിടക്കുന്ന ഈ ആൾക്കാരുടെ വീട്ടിലേക്ക് കടൽ വന്ന് ഇടിച്ച് കയറുന്നുണ്ട്, അവിടെ പുൽമുട്ട് സ്ഥാപിക്കാത്തതിൻ്റെ പേരിൽ. അതേപോലെ തന്നെ പല പോലീസ് സ്റ്റേഷനിലും പല പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമണങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതിൻ്റെ കാര്യം നിങ്ങളെപ്പോലത്തെ ഉള്ള ആൾക്കാരാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോഴും പ്രാകൃതമായിട്ടുള്ള ചിന്തകളാണ്. ഈ ഭരണാധികാരികൾ നിങ്ങൾ വന്നിട്ട് കുറ്റം പറയാറുണ്ടല്ലോ, അവരെ കുറ്റം പറയാൻ മുന്നേ നിങ്ങളെ തന്നെ തിരുത്തേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഓൾറെഡി നിങ്ങളെ അടിമയായിട്ടാണ് കാണുന്നത്. നിങ്ങളെ അടിമയായിട്ട് കാണാനുള്ള കാര്യം എന്താണ്? നിങ്ങൾ ഓൾറെഡി നിങ്ങളെ തന്നെ അടിമയായിട്ട് കാണുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലാക്കേണ്ടത് എന്താണ്? സ്ത്രീ പുരുഷൻ്റെ അടിമയാണ്. അപ്പോൾ സ്ത്രീ അടങ്ങിയതിന് ജീവിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ ആ ഒരു പുരുഷന്മാരെ പഠിപ്പിച്ചു കൊടുക്കണം. പുരുഷന്മാർ ഇത് ഡ്രസ്സ് ഇട്ടിട്ടെങ്കിലും
അതിൽ കമൻ്റ് അടിക്കാനോ അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയോടെ നോക്കാനോ സംസാരിക്കാനോ അത് പാടില്ല എന്നുള്ളത് പറഞ്ഞ് പുരുഷന്മാരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള സംഭവങ്ങൾ എവിടെയും പറയുന്നില്ല. മനസ്സിലായി? ഇപ്പോഴും സ്ത്രീകൾ അടിമകളാണ്, പുരുഷൻ്റെ അടിമകളാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു അടിമബോധമുള്ള ഈ ഒരു സമൂഹത്തിൽ അതിൻ്റെ ആൾക്കാർ ഭരണത്തിൽ, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഭരണത്തിൽ കയറുമ്പോഴത്തേക്കും നിങ്ങൾ അടിമയായിട്ട് തന്നെ കാണത്തുള്ളൂ. മനസ്സിലല്ലേ? അപ്പോൾ ഈ മോറൽ വാല്യൂസൊക്കെ നല്ലതാണ്, പക്ഷേ മോറൽ വാല്യൂസ് നിങ്ങളെ കൂടുതൽ അടിമത്തത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ മോറൽ വാല്യൂസിനേക്കാളും ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഒരിതാണ് ജനാധിപത്യം, അതിൻ്റേതായിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ്. അതിൽ ഇന്ത്യൻ ഭരണഘടന ഒരു വ്യക്തിക്ക് വസ്ത്ര സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, യാത്രാ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, പല സ്ഥലത്തും ഇന്ത്യയിൽ ഫുള്ള് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ഈ മോറൽ വാല്യൂസ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂസൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ജനാധിപത്യത്തിനോ നിങ്ങൾ എപ്പോൾ കൂടെ പിടിക്കുന്നോ അതുവരെ നിങ്ങളുടെ ഭരണാധികാരികൾ നിങ്ങളെ മനസ്സിലാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴും അടിമപ്പെട്ട അല്ലെങ്കിൽ അടിമ മനോഭാവത്തോടെ കൂടി പോകുന്ന സമൂഹമാണ്. നിങ്ങളിപ്പോഴും ഒരിക്കലും പൗരൻ്റെ ആ ഒരു ചിന്താഗതിയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് എത്തിച്ചെങ്കിൽ നിങ്ങൾ ഈ ഒരു പെൺകുട്ടിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലാണ്ട് ആ ഒരു പെൺകുട്ടിനെ കുറ്റപ്പെടുത്തത്തില്ലായിരുന്നു. അപ്പം ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് മാറ്റം കൊണ്ടുവരാൻ നോക്കുക. കുറച്ച് എന്താ പറയുക, ഇന്ത്യൻ ഭരണഘടന നിങ്ങൾ വായിച്ചില്ലെങ്കിൽ അതെടുത്ത് വായിക്കുക. അത് വായിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ അതിനെപ്പറ്റി വായിച്ച ആൾക്കാർ പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മോറൽ വാല്യൂസൊക്കെ കൊള്ളാം, പക്ഷെ അതെടുത്ത് മാറ്റി കുറച്ച് സൈഡിലേക്ക് വെച്ചേക്കുക. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഇതേപോലുള്ള ഈ പെൺകുട്ടികൾ എന്തെങ്കിലും അതിക്രമം നേരിടുമ്പോഴത്തേക്കും നിങ്ങളെപ്പോലത്തുള്ള പൊട്ടന്മാർ വന്നിട്ട് ഈ പെൺകുട്ടിനെ കുറ്റം പറയും. ആ കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കുന്നതിന് പകരം ഈ ചെയ്ത പെൺകുട്ടിനെ വന്നിട്ട് കുറ്റം പറയും. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുക. എനിക്ക് അത്രയും മാത്രം പറയാനായിട്ടുള്ളൂ. ഞാനപ്പോൾ അതിൽ ഈ പെൺകുട്ടിയുടെ ഫേസ് ഞാൻ കൊടുക്കുന്നില്ല, ഫേസ് ഞാൻ ബ്ലർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതേപോലെ ഈ ഒരു യൂബർ ഡ്രൈവറിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്, അത് ഞാൻ കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കേസ് വരുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയുടെ ഫേസ് അല്ലെങ്കിൽ അതിൻ്റെ വിവരമോ ഐഡൻറ്റിറ്റി ഒന്നും കോടതി പുറത്തു വരാൻ വേണ്ടി സമ്മതിക്കാറില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കമൻസ് വരും. മനസ്സിലായി? ഇതേപോലെ സൈബർ ആക്രമണങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ വരും. അതുകൊണ്ടാണ് കോടതി ഇങ്ങനത്തെ കേസുകളിൽ അല്ലെങ്കിൽ അതിക്രമം നേരിട്ട സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ സമ്മതിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരാൾ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ കോടതി എന്നാണോ അയാളെ കുറ്റക്കാരനായി വിധിക്കുന്നതാണ്, മാത്രമാണ് അയാൾ കുറ്റക്കാരൻ. എന്നാൽ കോടതി വിധിക്കുമ്പോഴത്തേക്കും അയാളെ ഒരു ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വിധിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാളെ സമൂഹം പിന്നെയും വലിച്ചു കയറേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു വിചാരണ നേരിടുന്ന ആൾ അല്ലെങ്കിൽ ഒരു ആരോപണം നേരിടുന്ന ആൾ, അങ്ങനെ നേരിടുന്ന ആളെ ഒരിക്കലും ഒരു സമൂഹം വിലയിരുത്തുകയോ അല്ലെങ്കിൽ അയാളെ എന്താ പറയുക വലിച്ചു കയറുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് പൂർണ്ണമായിട്ടും കോടതിക്കും നിയമത്തിനും വിട്ടുകൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടുപേരുടെയും ഫോട്ടോയും കാണിക്കുന്നില്ല. അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.